ചിലതിനൊക്കെ വന്ന് ശ്രമം നടത്തിയിട്ടുണ്ട്, മറുപടി പറയാനായിട്ടില്ല. പക്ഷേ നിങ്ങൾ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. ആ ശ്രമിച്ചു നോക്കി പരാജയപ്പെട്ടൊരു വിഷയമായിരുന്നു എന്ത്? നിങ്ങൾ ദിക്റ് ചൊല്ലുമ്പോ ഇങ്ങനെ മൂടുകുലുക്കി ആടുന്നുണ്ട്, ചാഞ്ചാട്ട ദിക്റുണ്ട്, തുള്ളൽ ദിക്റുണ്ട്, ഓടി ദിക്റുണ്ട്, ചാടി ദിക്റുണ്ട്. അങ്ങനെയുള്ള ദിക്റുകൾക്കൊക്കെ നിങ്ങൾക്ക് പ്രമാണം ഉദ്ധരിക്കോ എന്നങ്ങ് നിങ്ങളോട് ചോദിച്ച ആ ചോദ്യം ഒന്ന് കേട്ടോളൂ. ഞങ്ങളുടെ കരളിന്റെ കഷ്ടമായ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ കൂടെ ആടി? അത് കേട്ടത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബിമാര്. അവിടെ നിന്നിങ്ങോട്ടുള്ള പരമ്പര നാഫി റളിയല്ലാഹു അൻഹു, അവിടെ നിന്നിങ്ങോട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, അങ്ങനെ അങ്ങനെ അവിടെ നിന്നിങ്ങോട്ട് കണ്ണിമുറിയാത്ത പരമ്പരയിലൂടെ ഈ തോന്നിവാസാട്ടത്തിന്റെ പരമ്പരയൊന്ന്, പാരമ്പര്യമൊന്ന് കാണിക്കണേ. കണ്ടോ, ആ ചോദ്യത്തിനൊരു മറുപടി പറയാൻ ശ്രമിച്ചു നോക്കി. എന്താ തെളിവുദ്ധരിക്കാനായോ? പരമ്പര സഹീഹായ നിലയ്ക്ക് നിങ്ങൾക്ക് തെളിവുദ്ധരിക്കാനായോ? ആയില്ല മുസ്ലിയാരെ. മാത്രല്ല മൂപ്പരെന്താ പറഞ്ഞെന്നറിയോ? ദിക്റിൽ ലയിച്ച മഹാന്മാര് ആടിപ്പോകുന്നു. എന്തിനാണ് പ്രയോഗിച്ചത്? മനഃപൂർവ്വം ആടുന്നതല്ല, അങ്ങനെ ആടിപ്പോകും. ചിലപ്പോ തേങ്ങ ചരണ്ടുമ്പോ ആടുന്നില്ലേ, തേങ്ങ ചരണ്ടുമ്പോ ആടും പോലെ ആടിപ്പോകും. അങ്ങനെ ആടിപ്പോണതാ, മനഃപൂർവ്വമല്ല. രക്ഷപ്പെടാൻ സമ്മതിക്കൂല. നിങ്ങൾ ആടിപ്പോണതല്ല, ചിട്ടവട്ടത്തോടെ ക്രമീകരണത്തോടെ താളാത്മകമായ നിലക്ക് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് തന്നെയാണ്. പിന്നെ നിങ്ങളൊരു കളവുദ്ധരിച്ചു. മഹാന്മാര് സ്വഹാബത്തൊക്കെ ആടിയിട്ടുണ്ട്, സ്വഹാബത്തൊക്കെ ആടിയിട്ടുണ്ട് എന്നതിന് നിങ്ങളൊരു തെളിവ് പറയാൻ ശ്രമിച്ചു. ആ ഹദീസ് ദഈഫാണ്, അത് ദുർബലമാണ്, അത് ദുർബലമാണ്. സ്വഹാബത്ത് ഇങ്ങനെ ചാഞ്ചാടാറുണ്ടായിരുന്നു, കാറ്റത്ത് മരങ്ങളാടും പോലെ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉദ്ധരിക്കണം, അതിന്റെ സനദൊന്ന് കേൾക്കട്ടെ ഞങ്ങൾ. നിങ്ങൾ ആ പറഞ്ഞ ഹദീസാണെന്ന് അതല്ലെങ്കിൽ തെളിവാണെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിച്ചതിന്റെ പ്രമാണമെന്ന്, ആ പ്രമാണത്തിന്റെ സനദൊന്ന് ഉദ്ധരിക്കൂ. പഠിക്കട്ടെ മുസ്ലിമീങ്ങൾ. നിങ്ങളെ ബഡായിയാണ് പറഞ്ഞു പോയാൽ പോരാ, അതിന്റെ സനദ് നിങ്ങൾ ഉദ്ധരിക്കണം. മാത്രമല്ല നിങ്ങളെ ചോദിച്ചു, ഇങ്ങനെ ദിക്റാടുന്നത് ഹറാമാണോ, ആയത്തുണ്ടോ, ഹദീസുണ്ടോ? മുഅ്തസിലത്തിന്റെ ചോദ്യവും നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല മൂപ്പര് കണ്ടൊരു തെളിവെന്താ അറിയോ? ബുഖാരിയിൽ ഹദീസുണ്ട് മൗലവി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ബുഖാരിയിൽ ഉണ്ടാവും ദിക്ർ ചെല്ലുമ്പോ ആടുന്നത്. എന്നിട്ട് എന്താ തെളിവ് പറഞ്ഞറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദീനത്തെ പള്ളിയിലേക്ക് ഒരിക്കൽ അബ്സീനിയയിൽ നിന്ന് കുറച്ച് ആളുകൾ വന്നിട്ട്, ചെറുപ്പക്കാർ വന്നിട്ട് പള്ളിയിൽ വെച്ച് ഇങ്ങനെ കളിക്കുകയാണ്. പള്ളിയിൽ വെച്ച് കളിക്കുകയാണ്. ഒരു ആയുധാഭ്യാസവും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ നോക്കി കാണുന്നുണ്ട്. അങ്ങനെയുള്ള കായികാഭ്യാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് പള്ളിയിൽ വെച്ച് നടത്തിയപ്പോ അവരിങ്ങനെ ഓടും ചാടും തുള്ളൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അത് ദിക്റല്ല, അത് ദിക്റിന്റെ മജ്ലിസും അല്ല. അതാണ് ഇപ്പൊ ഇവിടെ കാര്യമായിട്ട് തെളിവ് ധരിച്ചത്. അതന്നെ തെളിവ് ദിക്റിലും ആടാന്. ഓ പാപ്പരത്തമേ, ഇത്രമാത്രം നിങ്ങൾ ആദർശ രംഗത്ത് വട്ടപൂജ്യമായല്ലോ. ഗതികേട് വന്നാൽ പിന്നെ മനുഷ്യൻ എന്താണ് ചെയ്യുക?
നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മാത്രല്ല ഇവരുടെ ഇത്തരത്തിലുള്ള ഈ തുള്ളൽ പരിപാടി ഉണ്ടല്ലോ, അവിടെ നമ്മളന്ന് കാണിച്ചല്ലോ, ഒന്നും കാണിക്കാത്ത സമയമില്ല. ആ കാണിച്ച തുള്ളൽ പരിപാടിയെ പറ്റി പണ്ഡിതന്മാരെന്താണ് ഉദ്ധരിക്കുന്നത്? അതൊക്കെ ഫിലാത്തുൽ മജാനീനി വസ്സിബിയാൻ, ഭ്രാന്തന്മാരുടെ പരിപാടിയാണ്. അതുപോലെ തന്നെ കാര്യബോധമില്ലാത്ത കുട്ടിക്കളിയാണ്, ഭ്രാന്തന്മാരുടെ പ്രവർത്തനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനമതാ പറയുന്നു വഹദാ, കുറെ കാര്യങ്ങൾ അല്പം പറഞ്ഞതിന് ശേഷം പറയുന്നു വഹദാ അല തഹ്ഖീഖി മിൻ ആസാരി സന്ദഖതി വഖൗലി അഹ്ലിൽ മുഖർരിഫാ. ഇതൊക്കെ അന്ധവിശ്വാസികളുടെ, അതുപോലെ തന്നെ മതത്തെ സംബന്ധിച്ച് പിടിപാടില്ലാത്ത മതനിഷേധികളുടെ, അതുപോലെ തന്നെ നിരീശ്വര നിർമ്മത പ്രസ്ഥാനക്കാരടക്കമുള്ള ആളുകളുടെ ആദർശങ്ങൾ കൊണ്ട് നടക്കുന്നവരുടെ പരിപാടിയാണ്, അവരുടെയൊക്കെ അടയാളങ്ങളാണ് എന്ന് വരെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഇനിയും കേട്ടോ, ഇമാം ഖുർത്തുബിയദാ അവിടുത്തെ തഫ്സീറിൽ എടുത്ത് ഉദ്ധരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഈ സംഗതികളെ കുറിച്ച് പറഞ്ഞെടുത്ത്. അതാ മഹാനവറുകൾ പറയുന്നു മദ്ഹബു സൂഫിയത്തി ബതാലത്തുൻ വജഹാലത്തുൻ വദലാലാ. ഇമാം അബൂബക്കർ തർത്തൂശിയോട് അതാ ഒരാൾ ഇതിനെ സംബന്ധിച്ചുള്ള ചോദ്യം വന്നപ്പോ, ഇതും ഇതുപോലെയുള്ള കാര്യങ്ങൾ അടങ്ങുന്ന വസ്തുതകളെ കുറിച്ച് ചോദ്യങ്ങൾ വന്നപ്പോ അതാ മറുപടി കൊടുക്കുകയാണ്. സൂഫിയാക്കളുടെ മദ്ഹബ്, അവരുടെ ചിന്താഗതി ബതാലത്താണ്, ജഹാലത്താണ്, വലാലത്താണ്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നുണ്ട് വമൽ ഇസ്ലാമു ഇല്ലാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് അള്ളാന്റെ കിതാബാണ് കേട്ടോ, അള്ളാന്റെ റസൂലിന്റെ ചര്യയുമാണ് കേട്ടോ. ഒരുപക്ഷേ ഇത് കേൾക്കുമ്പോ പേരോടിനി അടുത്ത പ്രസംഗത്തിൽ പറയാമെന്ന് ഖുർത്തുബിയിൽ ഉദ്ധരിച്ചതിലും അതാ ഖിയാസ് നിഷേധിച്ചില്ലേ, ഇജ്മാഅ് നിഷേധിച്ചില്ലേ. കാരണം ഈ ഉള്ളവന്റെ പ്രസംഗത്തിൽ അതാ ഖുർആനും സുന്നത്തുമാണ് പ്രമാണമെന്ന് സാധാരണ എല്ലാവരും പറയും പോലെ പറഞ്ഞതിന് മൂപ്പരത് എടുത്തുകൊണ്ട് പറയുകയുണ്ടായി, മൗലവി 4 പ്രമാണമില്ലേ ഇസ്ലാമിൽ, നിങ്ങൾ ഇജ്മാഅ് നിഷേധിയല്ലേ, ഖിയാസ് നിഷേധിയല്ലേ. നിങ്ങൾ ഈ ഇബാറത്ത് കേട്ടില്ലേ, വമൽ ഇസ്ലാമു ഇല്ലാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. ഇതിന് ഖുർത്തുബിയുടെ പേരിലും അത് ഉദ്ധരിച്ച ഖുർത്തുബിയുടെ പേരിലും അബൂബക്കർ തർത്തൂശിയുടെ പേരിലുമൊക്കെ പറഞ്ഞേക്കു പേരോടെ തീർന്നിട്ടില്ല. ഇനിയും കേട്ടോ, ഇനിയും കേട്ടോ, ഈ ചാഞ്ചാട്ട ദിക്റും ഈ തുള്ളലുമൊക്കെ ആരാ തുടങ്ങി വെച്ചത്? മുസ്ലിമേ. ആർക്കാണ് യഹൂദി പാരമ്പര്യമുള്ളത്? മുസ്ലിമേ. ആരാണ് യഹൂദികൾക്ക് വേണ്ടി ചാരപ്പണി നടത്തുന്നത്? മുസ്ലിമേ. അതാ ഖുർത്തുബി ഇമാം ഉദ്ധരിക്കുകയാണ് വഅമ്മർ റഖ്സു വത്തവാജുദു ഫഅവ്വലു മൻ അഹദസഹു അസ്ഹാബു സാമിരി. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ ശത്രുതാപൂർവം പ്രവർത്തിച്ചിരുന്ന സാമിരി എന്ന് പറയുന്ന ആ മനുഷ്യനാണ് ഇതാദ്യമായി തുടക്കം കുറിച്ചത്. എപ്പോൾ അവൻ ആളുകൾക്ക് വേണ്ടി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കിയില്ലേ, എന്നിട്ട് ആ കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ഖാമോ യർഖുസൂന ഹവാലൈഹി വയതവാജദൂൻ, അതിന്റെ ചുറ്റും അവരെ തുള്ളാൻ തുടങ്ങി, അതിന്റെ ചുറ്റും അവരെ പ്രത്യേകമായ ഹാവഭാവാദികളിൽ നടക്കാൻ തുടങ്ങി. എന്നിട്ട് ആ മഹാനവറുകൾ പറയുന്നു, പഠിച്ചോ, ഫഹുവ ദീനുൽ കുഫാർ, ഇത് കുഫാറുകളുടെ അവിശ്വാസികളുടെ മതമാണ് കേട്ടോ, മുസ്ലിമീങ്ങളുടെ മതമല്ല. ആ പശുക്കുട്ടിയെ പൂജിക്കുന്ന പശുപൂജകന്മാരുടെയും നടപടിയാണ് കേട്ടോ, ഇത് മുസ്ലിമിന് ചേർന്നതല്ല. പിന്നെയും കുറെ ഈ സൂഫിയാക്കളിലുള്ള പ്രവർത്തനങ്ങൾ, അതാ കോലുകൊണ്ടുള്ള മുട്ടും പാട്ടും പോലെയുള്ള ചില കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടും അദ്ദേഹം പറയുന്നുണ്ട്, ഇതൊക്കെ മുസ്ലിമീങ്ങളെ അള്ളാന്റെ കിതാബിൽ നിന്ന് തടയാൻ വേണ്ടി, ശുഗലാക്കാൻ വേണ്ടി അതാ ഇസ്ലാമിന്റെ ശത്രുക്കൾ കൊണ്ടുവന്ന പരിപാടിയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ സ്വഹാബത്തിരിക്കുമ്പോ അവരുടെ തലയിൽ പക്ഷിയിരിക്കും പോലെ എത്ര ഗാംഭീര്യത്തോടുകൂടെയാണ്, അച്ചടക്കത്തോടെയാണ് അവരിയ്ക്കുന്നത്. ഈ തോന്നിവാസമൊന്നും അവർക്ക് പരിചയമുണ്ടായിരുന്നില്ല. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, അതുകൊണ്ട് ഭരണാധികാരികൾക്ക് നിർബന്ധമാണ് ഇത്തരക്കാര് പള്ളിയിൽ കയറ്റിക്കൂടാ. പിന്നെ പറയുന്നു വലാ യഹില്ലു ലിഅഹദിൻ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി, അല്ലാഹുവിലും പരലോകത്തിലും വിശ്വാസമുള്ള ഒരാൾക്കും അനുവദനീയമല്ല കേട്ടോ അൻ യഹ്ദുറ മഅഹും, ഇത്തരം കക്ഷികളുടെ കൂടെ പങ്കെടുക്കൽ അനുവദനീയമല്ല. ഞാനല്ല പറയുന്നത്, ഖുർത്തുബി ഉദ്ധരിക്കുന്നു.
തീർന്നില്ല, വലാ യുഈനുഹും അലാ ബാത്തിലിഹിം, ഇത്തരത്തിലുള്ള തോന്നിവാസ ബാത്തിലുകൾ ചെയ്യുമ്പോൾ സഹായിച്ചുകൂടാ, സഹകരിച്ചുകൂടാ. എന്നിട്ട് പിന്നെ പറയുന്നത് കേട്ടോ, അതാ ഇപ്പറഞ്ഞ ആശയമാണ്, ഇപ്പറഞ്ഞ ആദർശമാണ് മദ്ഹബ് മാലിക്കിൻ, ഇമാം മാലിക്കിന്റെ ആശയം. അബീ ഹനീഫത, അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബും ഇതാണ്. വശാഫിഈ, ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹയുടെ ആശയവും ഇതാണ്. അഹ്മദ് ഇബ്നു ഹംബൽ, അതുപോലെ തന്നെ അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹയുടെയും ആശയം ഇതാണ്. അവരുടെ നാലാളുടെയോ അഞ്ചാളുടെയോ മാത്രമല്ല കേട്ടോ, വഗൈരിഹിം മിൻ അഇമ്മത്തിൽ മുസ്ലിമീൻ, അതാ അവരല്ലാത്ത സർവ്വ ഇമാമിയങ്ങളുടെയും അതാ മദ്ഹബ് ഇതാണ് കേട്ടോ. ഖുർത്തുബി എടുത്തുദ്ധരിക്കുന്നു, പറയൂ മുസ്ലിയാരെ, കിതാബിലില്ലേ, കിതാബിലില്ലേ, വായിച്ചൊന്നർത്ഥം പറയൂ, വായിച്ചൊന്നർത്ഥം പറയൂ. നിങ്ങളുടെ ഈ ചാഞ്ചാട്ട ദിക്റ്, നിങ്ങളുടെ ഈ മൂടുകുലുക്കി ദിക്റ്, നിങ്ങളുടെ ഈ തുള്ളൽ ദിക്റ്, നിങ്ങളുടെ ഈ ചാട്ടം ദിക്റ് പറയൂ, പ്രമാണങ്ങൾ കൊണ്ട് നിങ്ങൾ തെളിയിക്കൂ. നിങ്ങൾക്കാവില്ല കേട്ടോ, തെളിയിക്കാനാവില്ല. ഞാനിപ്പോൾ പറഞ്ഞ ഇതേ ആശയം നിങ്ങൾ മുമ്പ് ഈ കരയുദ്ധത്തിൽ ഒരു ആയുധമായി അൽ മദ്ഖൽ എന്ന കിതാബ് ഉദ്ധരിച്ചിരുന്നില്ലേ? അതേ മദ്ഖലിലും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. പേരോടെ വായിച്ചു പഠിക്ക്. അടുത്ത പ്രസംഗത്തിൽ മദ്ഖലിൽ അങ്ങനെയില്ല എങ്കിൽ അതൊന്ന് പറയൂ, പറ. മറുപടി കിതാബിലുണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഇനി അതാ നിങ്ങൾ ഏറെ ധരിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതനല്ലേ ഇബ്നു അബ്ദുസ്സലാം എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം എന്താ പറഞ്ഞത്? അർറഖ്സു ലാ യതഅതഹു ഇല്ലാ നാഖിസുൽ അഖ്ലി വലാ യസ്ലഹു ഇല്ലാ ലിന്നിസാ. മന്ദബുദ്ധികളല്ലാതെ ഏർപ്പാട് ചെയ്യൂല, മന്ദബുദ്ധികളല്ലാതെ ഏർപ്പാട് ചെയ്യൂല. ഇത് പെണ്ണുങ്ങൾക്ക് പറ്റിയ പരിപാടിയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടില്ലേ? ഓ പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ ഇസ്ലാമികമായിട്ട് യാതൊരു അഡ്രസ്സും അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളല്ലേ നിങ്ങൾ വലിയ കാര്യമായിട്ട് മഹാന്മാരുടെ പേരിൽ കെട്ടിവെച്ചത്?